ഇപ്പൊ നമ്മള് പാർട്ടി ബുക്ക് ചെയ്തു. ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാല് ഹലോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റർ ദിഗംബരൻ. അതെ മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഗായ്സ്, അങ്ങനെ അബിയും സൂര്യ അങ്ങ് ബർമിംഗ്ഹാം നിന്ന് ലണ്ടനിലേക്ക് ഹലോവീൻ ആഘോഷിക്കാൻ വന്നേക്കാണ്. ഞാൻ നല്ല ഉറക്കായിരുന്നു. ഇവന്മാരെത്തിയത് ഏതാണ്ട് 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്. ഉറക്കിന്റെ മസ്താണ് എനിക്ക് സ്റ്റാർട്ടിംഗ് ഒന്നും വരെയൊക്കെ എടുക്കാൻ പറ്റിയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റർ ദിഗംബരൻ. ഇന്ന് ഒക്ടോബർ 31. എല്ലാ പ്രാവശ്യം പോലെ ഇപ്രാവശ്യം നമ്മൾ വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇപ്രാവശ്യം ഹലോവീൻ പാർട്ടിക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ പാർട്ടി ബുക്ക് ചെയ്തു. സെൻട്രൽ ലണ്ടനിലാണ്. എന്തായിരുന്നു ഫാറ്റ്സോമയിലാണ് നമ്മൾ പാർട്ടി ബുക്ക് ചെയ്തത്. അവിടെ എന്തൊരു സംഭവമാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചത് എന്താ സംഭവം. ഇലക്ട്രിക് പേര് മറന്നു കേട്ടോ സ്ഥലത്തിൻ്റെ. അപ്പോൾ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇതാ സൂര്യയുണ്ട്, അഭിയുണ്ട്, വൈശാഖ് ഓൺ ദ വേ ആണ്, പിന്നെ ആനന്ദ്, അഭിനവ്, ഐഷു, മനു ചിലപ്പോൾ ഉറപ്പില്ല, അവന് നാളെ പണിയുള്ളതുകൊണ്ട് അവൻ ചിലപ്പോൾ വരുള്ളൂ. നമ്മളെല്ലാവരും കൂടി മേക്കപ്പിന് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് ഈലിങ്ങിലേക്ക്. എനിക്ക് എൻ്റെ മേക്കപ്പ് എന്താ പറയുക, എൻ്റെ ഒരു വെറൈറ്റി തഗ് സാധനമാണ്. അഭിൻ്റെ എന്താ? അഭി സ്ക്രൂ അടിച്ച്. സൂര്യ നിന്റെ എന്താ? ഈ കോട്ട് ഞാൻ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഈ കോട്ട് നീ മറന്നേക്ക്. ഒന്നെങ്കിൽ ഇതുപോലൊരു കോട്ട് നീ കണ്ടെത്തി തരാം. നല്ലൊരു ഡ്രാക്കുള ലുക്കിൽ പറ്റിയ സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനം വാങ്ങാൻ പോവാണ്. അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് വാങ്ങണം കാണിച്ചത്. കുറച്ച് ബ്ലഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടം പോലത്തെ കുറച്ച് സാധനങ്ങൾ പോത്തൊട്ടിക്കാൻ വേണ്ടി. പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ ചാരിറ്റി ഷോപ്പിൽ കയറിയിട്ട് കോസ്റ്റ്യൂംസ് നോക്കും. അതിനി ഇന്ന് ചിലപ്പോൾ തപ്പിയാൽ കിട്ടിയെന്ന് വരില്ല, കാരണം ഉള്ളതെല്ലാം ഓൾറെഡി പോയിട്ടുണ്ടാവും. എല്ലാവരും നോക്കിയിട്ട് നമ്മൾ അടുത്ത പരിപാടി. ബൈ. ഹാലോവീനായി ഇതുപോലെ എല്ലാ വീട്ടിലും ഇവിടെ ഡെക്കറേറ്റ് ചെയ്യും. നല്ല ക്രിയേറ്റീവായിട്ട് പല സംഭവങ്ങളും ഉണ്ടാവും കേട്ടോ. ഇത്തവണ എല്ലാ സ്ഥലത്തും പോയി എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. നമുക്ക് ഈലിംഗ് പോയി മേക്കപ്പിനുള്ള സാധനങ്ങൾ വാങ്ങി മേക്കപ്പ് സെറ്റാക്കി ഫുഡും ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം പരിപാടിക്ക് പോകാൻ. അയ്യോ, നമ്മൾ പണ്ട് കോളേജിൽ യൂണി കഴിഞ്ഞിട്ട് റിച്ച്മണ്ട് മാർക്കിൽ പോയിരിക്കാറില്ലേ, ആ ഒരു ഫീൽ ഉണ്ടല്ലേ. ഇവിടുത്തെ എല്ലാ പാർക്കിലും പ്രത്യേകത ഉണ്ട്. നമ്മൾ വെറുതെ നടക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് വേണ്ട ആക്ടിവിറ്റീസ് കാര്യങ്ങൾക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ പാർക്കിലും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ടാവും. വീഴല്ലേട്ടോ. അപ്പോൾ നമ്മൾ ഈലിംഗിലാണ് സാധനം വാങ്ങാൻ വന്നത്. നമുക്ക് ഇവിടെ ബ്രോഡ്വേയിൽ കുറേ ഷോപ്പുണ്ട്. സമയം വലിയ രീതിക്ക് ഇല്ലായിരുന്നെങ്കിലും നമ്മൾ എല്ലാ ഷോപ്പിലും കയറി നിരങ്ങിയിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ഗൈസ്, ഒരു 2 ദിവസം മുന്നേ തുടങ്ങിയിരുന്നെങ്കിൽ എല്ലാ സാധനം കിട്ടിയാണ്. ഇപ്പോൾ നമുക്ക് ബ്ലഡ് കിട്ടിയില്ല, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം ഒപ്പിച്ചു. ഇപ്പോൾ ബ്ലഡിന് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ തേനും വാട്ടർ കളറും ഉണ്ട്.
ഇത് വെച്ച് പിടിക്കാന്നാണ് സൂര്യ പറഞ്ഞേക്കണേ. നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ആൾക്കാരില്ലല്ലോ എന്താ പറയണത്. സൂപ്പർ ടേസ്റ്റ്. രാവിലെ എങ്ങാണ്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്, അതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. പർച്ചേസും ലൈറ്റായിട്ടുള്ള ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. എന്തത് എന്തായി കാണണേ? ഗായ്സ്, ഇതാ എൻ്റെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ആബിയുടെ മാരക മേക്കപ്പ് സൂര്യ ഇട്ടോണ്ടിരിക്കുന്നു. ഓ സീരി ഇവൻ കത്തുട്ടി ഇവൻ എടി ഇപ്പഴത്തെ കാണുന്നേ കുറച്ച് എടുക്കാൻ പറ്റുമോ? ആ ഇതട്ടെ ഗായ്സ്, ഇതിപ്പോ സമയം 8:30 ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു 4 മണിക്കെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ ഈ പരിപാടി നടക്കുള്ളായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നില്ല ഇത് ഫുള്ളാക്കാൻ പറ്റുന്നു. ഇനി വെറുതെ കളറടിച്ച് പോകേണ്ടി വരും. ഹായ്, അഭി എത്തിയേക്കണ് മക്കളെ, അഭി എത്തിയേക്കണ്. അത് നല്ല മേക്കപ്പ് നോക്കി വെച്ചായിരുന്ന ഞാൻ ആദ്യമേ സൂര്യക്ക് ഒരു ഡിസൈൻ കാണിച്ചു കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ മേക്കപ്പ് കുറച്ച് പാടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. മാഡം എത്ര പൗണ്ടാണ് ഇതുപോലെ മേക്കപ്പ് ചെയ്യണത്? 2 മണിക്കൂർ 2000 pounds. കള്ളിയങ്ങാട്ട് നീലി സ്റ്റിച്ച് കാണിക്കും. ഞാൻ അറിയാത്ത ഇതെന്ത് ഡിസൈനാണത്? എല്ലാ പൈസാക്കിന്റെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പോരാത്തതിന് ട്രെയിനിൽ തന്നെ ഒരുപാട് പേര് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാംഡൺ ടൗണിലാണ് ഈ പരിപാടി വരുന്നത്. നമ്മൾ കഴിഞ്ഞ ഹാലോവിന് ഇതുപോലെ തുള്ളിച്ചാടി പോയതായിരുന്നു. അങ്ങ് പിക്കഡ്ലി സർക്കസിൽ എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു പോയത്. അപ്പോഴായിരുന്നു ദീപുടെ ഫോൺ കാണണ്ടായത്. ആറ്റുനൂറ്റ് പുതുപുത്തനായി ഇറക്കിയത്. 2 ആഴ്ച ആവുള്ളായിരുന്നു. അപ്പോഴേക്ക് പോയി. പിന്നെ കരച്ചിലും ബഹളൊക്കെ ആയി ആ ഹാലോവിൻ അങ്ങനെ അങ്ങ് തീർത്തു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ മൊബൈൽ ഇങ്ങനെ മുറുക്കനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുക. എപ്പോഴാണ് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് പോകാന്ന് പറയാൻ പറ്റില്ല. ലണ്ടനിലെ അവസ്ഥ അങ്ങനെയാണേ. പല രാജ്യക്കാരും പല കോസ്റ്റ്യൂം ഇട്ട് വരുന്നതാണ്. നമ്മൾ ഇത്തവണ ബുക്ക് ചെയ്ത പാർട്ടിയിൽ ഇന്ത്യൻസ് പൊതുവെ കുറയായിരുന്നു. നമ്മളെയും പിന്നെ കുറച്ച് പേരെയും മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തമായിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ വൈബ് ഫീൽ ചെയ്യാൻ പറ്റി. അവിടെ ആരും ഇതുപോലെ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നത് കണ്ടില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുറേ ആൾ മാറിക്കുന്നൊക്കെ കണ്ടു. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുടെ കോസ്റ്റ്യൂം കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. പാർട്ടി കഴിഞ്ഞു ഇറങ്ങിയിരിക്കുന്നു. ഒരു രാത്രി ആയപ്പോൾ നല്ല മഴ അങ്ങ് പെയ്തു. മേക്കപ്പ് കാര്യങ്ങളൊക്കെ നനയത് മതിയായിരുന്നു. ഇത് കണ്ടോ ലണ്ടനിൽ നമ്മുടെ മാതാ അമൃതാനന്ദമയുടെ ഫോട്ടോ ഒക്കെ. ഇത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഒന്നും ഞെട്ടിയായിരുന്നു. ഞങ്ങൾ പോകുന്നു സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു.
ഏതെങ്കിലും പരിപാടി ഉണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. കയ്യ കഴിച്ചത്ത് ഞാൻ ട്രെയിനിൽ കിടന്നുറങ്ങി. എനിക്ക് അത്രയും ഉറക്കം വന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ടയർഡായിരുന്നു. ഹാലോവിൻ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നിങ്ങളിത് കണ്ടതുപോലെയൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ നമ്മളെ ഗ്യാങ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അവരുടെ മിസ്സിങ് ശരിക്കും ഒരു മിസ്സിങ് തന്നെ ആയിരുന്നു. ബൈ പറ. Bye guys.